പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും സീരിയൽ കാണുമായിരുന്നു. ഞാൻ കണ്ടിരുന്ന 2 സീരിയലിൽ ഒന്ന് കുട്ടിച്ചാത്തനും വേറൊന്ന് കടമറ്റത്ത് കത്തനാരുമാണ്. ഇപ്പോഴും കത്തനാരെന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വരുന്നത് അന്ന് കടമറ്റത്ത് കത്തനാരിൽ ആ പ്ലേ ചെയ്ത് ആ റോൾ അഭിനയിച്ചിട്ടുള്ള ആളുടെ മുഖമാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു മൈൻഡിൽ ഉള്ളപ്പോഴാണ് ജയസൂര്യയുടെ കത്തനാർ എന്ന് പറഞ്ഞ മൂവി വരുന്നു 1.5 വർഷം മുമ്പെങ്ങാണ്ട് ഞാൻ അറിഞ്ഞു. 1.5-2 വർഷം മുമ്പെങ്ങാണ്ട് ഒരു ഇത് വന്നിരുന്നു, ഒരു ചെറിയ ടീസർ വന്നിരുന്നു. ആ ടീസർ കണ്ടപ്പോൾ തന്നെ വേറെ ലെവലായിരുന്നു. ജയസൂര്യ കുറേ പടങ്ങൾ അഭിനയിക്കുന്നില്ല ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ കുറേ ന്യൂസ് കേട്ടിരുന്നു. പക്ഷെ ആ ഒരു ടീസർ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പടം പെട്ടെന്ന് റിലീസ് ആവുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് പറഞ്ഞത് 2026 റിലീസ് എന്നൊക്കെയാണ്. അപ്പോൾ വിചാരിച്ചു ഇത്രയും ദിവസം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പം 2026 ആയി. അതിൻ്റെ ട്രെയിലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഹൈപ്പാണ് കാണുന്നത്. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ഞാനൊരു ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോണത്, എൻ്റെ റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പം അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം. കത്തനാറിൻ്റെ ലൈവ് ട്രെയിലർ റിവ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണാം. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഈ സൗണ്ട് മറ്റേ ഹരീഷ് ഉത്തമനല്ലേ ആണ് തോന്നുന്നു. ശ്രീഗോകുലം മൂവീസ്. രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. മോനെ ഇതെന്തത്? ആ വ്യൂ കാണുമ്പോൾ നമുക്ക് മറ്റേ സിനിമ ഇല്ലേ ഹാരി പോട്ടറിലൊക്കെ ഉള്ള എവിടേക്കൊക്കെ കാണുന്ന പോലെ, അതൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. എൻജാതി ഫ്രെയിം. മിഷനറി പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ. മോനെ ഫുള്ള് കളർ ഗ്രേഡിങ് കിട്ടുവായി കേട്ടോ. അതിൻ്റെ കളർ ഗ്രേഡിങ് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു പക്ക സിനിമാറ്റിക് കളർ ഗ്രേഡിങ് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊന്നും കറക്റ്റ് ആണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പല ഗ്രേഡിങ്സ് ഉണ്ടാവില്ലേ, കളർ ഗ്രേഡിങ്സ്, അതുപോലെ എനിക്ക് തോന്നിയത്. അങ്ങനായി റോജിൻ ഹോം മോനെ മറ്റേ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ഇല്ലേ, ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ, അതൊക്കെ പോലെയാണ് തോന്നുന്നത്. എനിക്ക് മോനെ വേറെ ലെവലിൽ. മറ്റേ മൂപ്പൻ ഈ സാധനമാണ് ടീസറിലുണ്ടായിരുന്നു ജയസൂര്യ. വിനീത് ആ ഒരു ഗച്ചാതി പ്രേമാണോ? പോളി അനുഷ്ക പ്രഭുദേവ. ചെക്കനാണത്, മങ്കിപ്പനിലെ ചെറിയ ചെക്കൻ, സനുഷയുടെ അനിയൻ. സാൻഡി മാസ്റ്റർ. ഇവിടെ ഒരു കുട്ടിച്ചാർന്നിരിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചത്? Doctor Strange. Man. എൻ്റെ മോനെ കണ്ടോ, ലാംഗ്വേജ് കണ്ടോ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ. ഇത് പാൻ ഇന്ത്യ ഇല്ല, പാൻ വേൾഡ് പടാ തോന്നുന്നുണ്ട്. വേറെ ലെവല്. പൊളി മച്ചാന്മാരെ, പൊളി. മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല, കിടു. ഞാൻ കണ്ടതിൽ ഇന്നേ വരെ മലയാളം പടത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ട്രെയിലറായിട്ട് പറയാം. എച്ചാത്തി ഫ്രെയിംസ് ആണ് ഓരോന്നും കണ്ടോ,
പേട. ഇതിന്റെ ഓരോ ഫോട്ടോ എടുത്ത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റയിലും മറ്റെവിടെയൊക്കെ പോസ്റ്റ് ആയിട്ട് പിൻട്രസ്റ്റിനകത്ത് ഫോട്ടോ ആക്കി വെക്കാം ഓരോ ഫ്രെയിം. കിടു നൈസ്. നല്ല പൈസ ഇറക്കി ഉണ്ടാവും എന്തായാലും. ലെറ്റ് സി പടം എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം. പടം കൂടി സ്ക്രീൻ പ്ലേ കൂടി പൊളിയാണ് എന്നുണ്ടെങ്കിൽ, ഈവൻ ഇപ്പോൾ പടം പൊളിയാണ്, സ്ക്രീൻ പ്ലേ നല്ലെങ്കിലും ഈ വിഷ്വൽസ് കാണാൻ വേണ്ടി പടത്തിന് പോവാം. സ്ക്രീൻ പ്ലേ കൂടി കിടുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പാൻ വേൾഡ് പടമാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഹയസ്റ്റ് ഗ്രോസ് കിട്ടുന്ന ഒരു പടമായിരിക്കും തോന്നുന്നുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. പേട്ട.